ഒരു ചെറിയ ചോദ്യം നിങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കില്, അതായത് നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് വേണ്ടതില്ലെന്ന് അർത്ഥമോ? എല്ലാം കേൾക്കാന് സഹായിക്കുന്നതല്ലേ? പലരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതേ ഒരു വിശ്വാസം തന്നെയാണ് പല വർഷങ്ങളോളം സഹായം വൈകിപ്പിക്കുന്നത്. ഒരേ പിഴവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതുപോലെ. ഈ വീഡിയോയുടെ അവസാനം വരെ കാണൂ, കാരണം എന്തെന്ന് ഞാൻ വിശദീകരിക്കാം. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലാക്കാന് ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇവ രണ്ടും ഒരുപോലെയല്ല. പലർക്കും തോന്നുന്നത് ഹിയറിംഗ് എയ്ഡ്സ് ഗുരുതരമായ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് മാത്രമാണെന്ന്. പക്ഷേ സത്യം എന്താണെന്നാല് ഹിയറിംഗ് എയ്ഡ് ആവശ്യമുള്ള പലർക്കും ശബ്ദം കേൾക്കാന് കഴിയുന്നുണ്ട്. പക്ഷേ അവർക്ക് വ്യക്തത, ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു. ലളിതമായി പറഞ്ഞാല് ഇതാണ് അവസ്ഥ. മൈൽഡ് ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് ശബ്ദം കേൾക്കാം, പക്ഷേ വാക്കുകള് മിസ് ചെയ്യും. പ്രത്യേകിച്ച് മീറ്റിംഗുകളില്, റെസ്റ്റോറന്റുകളില്, കുടുംബ കൂടിച്ചേരലുകളില്. ആ സ്ഥിരമായ ഹാന് എന്താ എന്ന ചോദ്യം, അത് ഒരു സൂചനയാണ്. മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ആകുമ്പോൾ സംഭാഷണം തന്നെ ക്ഷീണിപ്പിക്കുന്നതായി തോന്നും. ടിവിയുടെ വോള്യം കൂട്ടും. ഫോണ് കോളുകൾ ഒഴിവാക്കാന് തുടങ്ങും. ഈ ഘട്ടത്തിലാണ് ഹിയറിംഗ് എയ്ഡ് ജീവിതം വളരെ എളുപ്പമാക്കുന്നത്. മോഡറേറ്റ്ലി സെവിയർ മുതൽ സെവിയർ ഹിയറിംഗ് ലോസ് വരുമ്പോൾ ഹിയറിംഗ് എയ്ഡ് ഒരു ഓപ്ഷനല്ല, ദൈനംദിന ജീവിതത്തിന് അത്യാവശ്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ടെസ്റ്റിലെ നമ്പറിനേക്കാൾ പ്രധാനമാണ് ഹിയറിംഗ് ലോസ് നിങ്ങളുടെ ദിനചര്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നത്. കേൾക്കുന്നത് ക്ഷീണിപ്പിക്കുന്നതായി തോന്നുന്നുണ്ടോ? വാക്കുകൾ ഊഹിച്ചു പിടിക്കുകയാണോ? സംഭാഷണങ്ങളിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? അത് തന്നെയാണ് നിങ്ങളുടെ ക്യൂ. ഹിയേഴ്സ് ആപ്പില് ഞങ്ങൾ ഇത് ദിവസവും കാണുന്നു. ഇനിയും അത്ര മോശമല്ല എന്ന് കരുതി ഏറെ വൈകി വരുന്ന ആളുകളെ. പക്ഷേ നേരത്തെ സഹായം ലഭിച്ചാൽ കൂടുതൽ വ്യക്തത, എളുപ്പത്തിലുള്ള അഭ്യസ്തവിദ്യ, ഇനിയുമുള്ള കേൾവി സംരക്ഷിക്കാനും കഴിയും. നിങ്ങളുടെ കേൾവിയെക്കുറിച്ച് ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ കാത്തിരിക്കേണ്ട. ഹിയേഴ്സ് ആപ്പില് ഒരു ക്വിക്ക് ഹിയറിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. ലളിതം, സമ്മർദ്ദമില്ലാത്തത്. നിങ്ങൾക്ക് ആളുകളുമായി വീണ്ടും എളുപ്പത്തിൽ ബന്ധപ്പെടാന് സഹായിക്കാം.